സാങ്കേതിക സാധ്യതയിൽ പോകാൻ ഒട്ടും തന്നെ സംശയമില്ല. സാമൂഹ്യ സാഹചര്യം അത് ആവശ്യപ്പെടുന്നുമുണ്ട്. കാലം വളരെ അനുകൂലവുമാണ്. പ്രായോഗികമാക്കാൻ പ്രയാസവും ഉണ്ടാവില്ല, ഒട്ടും തന്നെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ ഒരു സംരക്ഷണം കൂടി നമ്മുടെ രാജ്യത്തിന് ലഭ്യമാകുമോ അല്ലെങ്കിൽ ലഭ്യമാക്കുമോ? इंडियन आर्मी हम डरते नहीं। ഈ പഹൽഗാം സംഭവത്തിന് ശേഷം സാമൂഹ്യ മാധ്യമ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഒരു കാര്യം ഉറപ്പായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മറുനാടൻ മത തീവ്രവാദികളുടെ, മറുനാടൻ എന്നല്ല കേട്ടോ, മരുനാടൻ എന്നാണ് പോകാൻ പറഞ്ഞത്. മരുനാടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമി നാട്ടിൽ പിറന്ന മതം എന്നാണ് പോകാൻ ഉദ്ദേശിച്ച അർത്ഥം. അതായത് മരുനാടൻ മത തീവ്രവാദികളുടെ വക്താക്കളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളമായി കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ ലോകത്ത് പല ഭാഗത്തും മലയാളികളായി അങ്ങനെ കഴിയുന്നുണ്ട്. മരുനാടൻ മതത്തിനായി പ്രവർത്തിക്കുന്ന തീവ്രവാദി ഉദ്യോഗസ്ഥർ തന്നെയാണവർ, തീവ്രവാദ ജീവനക്കാർ. നമ്മുടെ ഈ രാജ്യം അതിൻ്റെ പൗരജനതയ്ക്ക് നൽകിയിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വകമാറ്റിക്കൊണ്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഹ്സനൂഫ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരായിരിക്കാം. മുഹ്സനൂഫ് എന്ന പേരിൽ ഒരു യുവ മതസ്ഥൻ നല്ല പച്ച മലയാളത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ദേശവിരുദ്ധ സമ്പ്രദായത്തിൽ ഒന്നാന്തരം തീവ്രവാദിത്തരം പറഞ്ഞു. ഒന്നാന്തരം തീവ്രവാദിത്തരം. അതൊന്ന് വായിക്കാൻ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് വായിക്കാൻ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ചീത്തയല്ല, അത്രമാത്രം നീചമായിട്ടുള്ള പ്രയോഗമാണ്. സത്യത്തിൽ തെറ്റ് അയാളുടേതല്ല, അങ്ങനെ ഒരു അഭിപ്രായം പോകുന്നുണ്ട്. കാരണം അയാൾക്ക് മുന്നേ സമാന കൃത്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആദരവും അംഗീകാരവുമല്ലാതെ യാതൊരു പ്രയാസവും ഈ പ്രബുദ്ധ കേരളത്തിൽ അവർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അവർ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്തത്, അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അതേസമയം നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു സമാധാന മതനാമധാരി തുളസിത്തറയിൽ ലിംഗപ്പൂട പറിച്ചിട്ടതിനെ വിമർശിച്ച പയ്യനെ പോലീസ് പിടിച്ചു. ആ പയ്യനെതിരെ കേസെടുത്തു. ആവും വിധം അവനെ കഷ്ടപ്പെടുത്തി. ഒരൊറ്റ ഹൈന്ദവനും പൊള്ളിയില്ല, ഒരൊറ്റ ഹൈന്ദവനും അതിനു നേരെ ഒന്നും പറഞ്ഞതായി ഞാൻ കേട്ടില്ല. എന്ന് മാത്രവുമല്ല, BJP പോലും എനിക്ക് തോന്നുന്നു, BJP ഹൈന്ദവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണെന്നാണല്ലോ ആ പ്രസ്ഥാനത്തെ എതിർക്കുന്നവർ പറയുന്നത്. എന്നിട്ട് പോലും BJP പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താം. ആരും ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ച് മലയാളം മാത്രം സംസാരിച്ചുകൊണ്ട് കേരളം വിട്ട് പുറത്ത് എങ്ങും പോവാത്ത, ഏറിയാൽ ഒന്ന് ഹജ്ജിന് പോയിട്ട് മാത്രമുള്ള ഒരു വ്യക്തി, ഒരു മുസൽമാൻ നമ്മുടെ ഗാസയിലോ അതല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു മുസൽമാന് ഒരു പ്രയാസമുണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ മുസൽമാന്, മലയാളം പറയുന്ന മുസൽമാന്, നമ്മുടെ മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന ഒരു മുസൽമാന് അവന്റെ ശരീരം നൊന്തതുപോലെ, അവന്റെ ഹൃദയത്തിനേറ്റ മുറിവ് പോലെ വേദനിക്കും. ആ മനുഷ്യനെ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അയാൾ താമസിക്കുന്ന മണ്ണിൽ ഈ മനുഷ്യൻ, ഈ മലയാളി മുസൽമാൻ പോയിട്ട് പോലും ഉണ്ടാവില്ല. ആ അന്തരീക്ഷത്തിലെ വായു ഒന്ന് ശ്വസിച്ചിട്ടുണ്ടാവില്ല. ശ്വാസകോശം പോലും അവിടുത്തെ പ്രാണവായു തൊട്ടറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് പോലും കൂറ് തീർച്ചയായിട്ടും അവരോടുണ്ടാവും. അതാണ് സാഹോദര്യ ബുദ്ധി. അത് മനുഷ്യത്വമാണെന്ന് പോകാൻ പറയില്ല. അങ്ങനെ ആവണം ഹിന്ദുക്കളെന്നും പോകാൻ പറയില്ല. അത് മനുഷ്യത്വമല്ല, മതത്വമാണ്. അത്തരം സാഹോദര്യ ബുദ്ധി എന്ന് പറയുന്നത് മതത്വം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഹിന്ദുക്കൾ അങ്ങനെ ആവണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ബംഗ്ലാദേശിൽ കൊല്ലാക്കൊല ചെയ്തു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ബംഗാളിൽ ഇത് തന്നെ സംഭവിച്ചു. ബംഗ്ലാദേശിൽ പിന്നെ അതിര് കടന്ന് പോയി എന്ന് കൂട്ടാം. നമ്മുടെ അതിരിനകത്താണ്, ബംഗാളിലാണ്, നമ്മുടെ നാട്ടിലാണ് ഒരുപാട് പേർ ഉപദ്രവിക്കപ്പെട്ടു. ഹിന്ദുക്കൾ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് നൊന്തോ? അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യത്വമല്ല, മതത്വമാണ്. അത്രത്തോളം മതത്വം വേണ്ട ഒരു ഹിന്ദുവിന്. പക്ഷെ അവരൊക്കെ മനുഷ്യരാണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു മാനവിക ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതല്ലേ? ഗാസയ്ക്ക് വേണ്ടി, റാഫയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദുക്കൾ ധാരാളം പേരില്ലേ? അവരെന്താ ഇതൊന്നും കാണാതെ പോകുന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മളുടെ ഒരു സ്വഭാവമാണ്. അതുതന്നെയാണ് നമ്മളുടെ ദൗർബല്യവും, അല്ലേ? അതുകൊണ്ട് ആ പയ്യൻ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അന്യായമായി അവനൊന്നും പ്രവർത്തിച്ചില്ല. അവൻ്റെ ഒരു ഹിന്ദു ഹൃദയം ഒന്ന് വെന്തു. ഈ ലിംഗപ്പൂട പറിച്ച് തുളസിത്തറയിൽ ഇട്ടപ്പോൾ അവൻ അതിനോട് പ്രതികരിച്ചു. അവനെ അപ്പം വർഗീയവാദി, അതല്ലെങ്കിൽ
സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചവരെന്നുള്ള പേരിൽ കേസും എടുത്ത് ഉപദ്രവിക്കാൻ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് എനിക്കറിയില്ല, കഷ്ടപ്പെടുത്തി. അയാൾ ഹിന്ദു വർഗീയവാദിയും മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു മനുഷ്യനുമായി പെട്ടെന്ന്. എന്നാൽ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കുമെന്ന് അങ്ങനെ അങ്ങോട്ട് പച്ചയ്ക്ക് ഭീഷണി പറഞ്ഞ ദേശവിരുദ്ധനായിട്ടുള്ള തീവ്രവാദി വക്താവിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോങ്ങൻ കേട്ടിട്ടില്ല കേട്ടോ. പോങ്ങൻ അറിയില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഹൈന്ദവർ രണ്ടാം നിര പൗരന്മാരായിട്ടുള്ള മൂന്നാം കിട മനുഷ്യരായി ഇപ്പോഴേ ഈ നാട്ടിൽ ഗണിക്കപ്പെടുകയാണ്. ഇപ്പോഴേ ഇങ്ങനെ ഗണിക്കപ്പെടുകയാണ്. കുറഞ്ഞപക്ഷം കാനേഷുമാരി കണക്കിലെങ്കിലും വളരെ നേരിയ ഭൂരിപക്ഷം ഉള്ള ഒരു കൂട്ടരാണല്ലോ ഈ ഹിന്ദു സമൂഹം, അല്ലേ? 2011 ശേഷം പിന്നെ കാനേഷുമാരി പുതുക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. വർഷം 14 കഴിഞ്ഞു. പേര് ധാരാളമായിട്ട് മുറയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പേര് പെറ്റുകൂട്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല ഹിന്ദു ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്നുള്ള കാര്യം. എന്നാലും ഇവിടെ തൽക്കാലം ഒരു മൂന്നാം കിട പൗരന്മാരെ പോലെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കാനേഷുമാരി കണക്കിൽ നേരിയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഇതാണ് ആ സമൂഹത്തിന്റെ ഗതിയെങ്കിൽ വീട്ടിലെ പേറും കാട്ടിലെ പേറും ഒളിച്ചു പേറും കട്ടുപേറും ഒക്കെയായി കണക്കിൽ പോലും പെടാത്ത വിധം നാട്ടിലിങ്ങനെ സമാധാനം പെറ്റുപെരുകി പോയാൽ എന്താവും ഈ നാടിന്റെ സ്ഥിതി? സമാധാനം പുഴുഭൂരിപക്ഷമായി പുളയ്ക്കുന്ന ഒരു നാട്ടിലും സമാധാനത്തോടുകൂടി മനുഷ്യർ ജീവിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, നരകിച്ചിട്ടേ ഉള്ളൂ. സമാധാനമതം മഹാഭൂരിപക്ഷമാകുന്ന ഏത് നാട്ടിലുണ്ട് സമൃദ്ധി, ഏത് നാട്ടിലുണ്ട് അഭിവൃദ്ധി? നിങ്ങൾ ഈ കുവൈറ്റിന്റെ കണക്കൊന്നും എന്നോട് പറയരുത്, അല്ലെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞു വരരുത്. സൗദിയിൽ പോലും മതവസ്ത്രം ഉരിഞ്ഞ് എറിയാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ പക്ഷേ കൂടുതൽ മതവസ്ത്രത്തിനുള്ളിലേക്ക് പൂഴ്ത്തപ്പെടുകയാണ് മനുഷ്യർ. സമാധാന മതം ഭൂരിപക്ഷമായി ആ സമാധാന മതത്തെ ആചാരപുരസരം കൊണ്ടു നടക്കുന്ന ഒരു മണ്ണിലും സമാധാനത്തോടുകൂടി മനുഷ്യർ ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതുകൊണ്ട് സമാധാന മതത്തിനു വേണ്ടി തീവ്ര മാനവിക ബുദ്ധിയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം മുഹ് സനൂഫിനെ പോലുള്ള തീവ്രവാദി വക്താക്കളെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ അത് വലിയ അപകടമായി മാറും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, കാരണം വാക്കുകൊണ്ടുള്ള മുറിവ് വാളുകൊണ്ടുള്ള മുറിവിനേക്കാൾ മാരകമാവും എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ്, പോകനല്ല, പൈതഗോറസ്. സംഖ്യാചാരി ഹിന്ദുവിനെയും സർക്കാരിനെ പഴിച്ച് ജനാധിപത്യത്തെയും അതുപോലെ തന്നെ മോദിയെ എതിർത്ത് ഭാരതത്തെയുമാണ് ഓൺലൈൻ തീവ്രവാദികൾ നശിപ്പിക്കാൻ നോക്കുന്നത്. അതാണ് സത്യം. അന്തംഗമ്മികൾ അവരുടെ കൂടെ നിൽക്കുന്നതിന്റെ പിന്നിൽ സ്വാർത്ഥ ബുദ്ധിയും ഭയവും മാത്രമേ ഉള്ളൂ. എത്ര നിങ്ങൾ ഒട്ടിനിന്നാലും എന്തെല്ലാം നിങ്ങൾ നേടിയെടുത്താലും അനുകൂലമായ ഒരവസരത്തിൽ അവരാദ്യം പിടിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെയാവും. അതുപോട്ടെ, എന്തായാലും സ്വന്തം പേര് സമൂഹത്തിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തെറ്റും പോകാൻ കാണുന്നില്ല. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഓരോ വ്യാജ നാമധാരിയുടെയും വിശദാംശങ്ങൾ അറിയാവുന്ന നില തീർച്ചയായും വരണം. സമൂഹത്തിന് മുന്നിൽ ഞാൻ പോങ്ങുമൂടനാണ് എങ്കിൽ രാജ്യത്തിന് മുന്നിൽ ഹരീഷ് എന്ന ഒരു പൗരനാവണം ഞാൻ, അല്ലേ? ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും അയാളെ ഭാരതത്തിൽ എത്തിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ലോക രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കണം. നമ്മുടെ നയതന്ത്ര ബന്ധം, നമ്മുടെ സൗഹൃദ ഭാവം, നമ്മുടെ സാഹോദരി ബുദ്ധി, സഹിഷ്ണുഭാവം, ഇതെല്ലാം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അഭിപ്രായ സ്വാതന്ത്ര്യം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുമതിയല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടുന്ന നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംഭവിക്കണം, ഉറപ്പായും വേണം. തീർച്ചയായും ഒരു സൈബർ പട്ടാളം നമ്മുടെ രാജ്യത്തിന് വേണം. അതാണ് പോങ്ങൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഒരു സൈബർ പട്ടാളം നമുക്ക് വേണം. ആർമി, നേവി, എയർ എന്നിവയ്ക്കൊപ്പം ഒരു സൈബർ സൈന്യം കൂടി ഭാരതത്തിനുണ്ടാവണം, വേണ്ടേ? കരസേന, വ്യോമസേന, നാവികസേന, സൈബർ സേന. ഡിജിറ്റൽ യുഗത്തിൽ സൈബർ സേന ശക്തിപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമല്ല, അത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യം. തൽക്കാലം പോകാൻ നിർത്തുന്നു. എല്ലാവരോടും സ്നേഹം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഈ നിലയത്തിൽ നിന്നും വീഡിയോകളൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. ചെറിയൊരു യാത്രയുണ്ട്. നാളെ ചെറിയൊരു അസൗകര്യം, ഞായറാഴ്ച ചെറിയൊരു യാത്ര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിങ്കളാഴ്ചത്തേക്കാവും. ഇതുവരെയും പോകൻ്റെ വീഡിയോകൾ കണ്ട്
സഹകരിച്ച എല്ലാ സദ്ബുദ്ധരായിട്ടുള്ള ആളുകളോടും സ്നേഹം.